ഹാവ്, ഇതെങ്കിലും ഒരു നല്ല കോളേജായാൽ മതിയായിരുന്നു. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് പോലത്തെ കോളേജ്. ഇനി അടിയൊന്നും കാണാതിരുന്നാൽ മതിയായിരുന്നു. ഇതോ അവിടെ എന്തോ ഒരാൾക്കൂട്ടം. ബാ, നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. എന്തിനാടാ ഇതുങ്ങളോട് നടിയോടുന്നത്? വന്ന് കയറിയപ്പം തന്നെ ഇങ്ങനെ. ആരടാ ഇതൊക്കെ? ഇതിവിടുത്തെ എപ്പോഴത്തുള്ള ടീംസാ. അതോ ആ നിൽക്കുന്ന രണ്ടവന്മാർ. ഒന്നിൻ്റെ പേരെന്ത് കിരൺ, രണ്ടാമത്തെ പേര് ആദർശ്. ഞാൻ വന്നപ്പോഴും ഈ അടി തന്നെ ആയിരുന്നു. പിന്നെ തിരക്കിയപ്പോഴാ പറഞ്ഞത് ഇവിടുത്തെ രണ്ട് വലിയ പുള്ളികളാണ്. അങ്ങനെ പേരൊക്കെ ചോദിച്ചത്. ഇത് എന്തിനാ അടിയോടുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഹായ് മക്കളെ, എന്തിനോടെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? ക്ലാസ്സിലോട്ടൊന്നും പോകണ്ടേ? പിന്നെ ഇവിടെ അടിയോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിവിടെ സർവ്വസാധാരണ. മക്കളിപ്പോൾ അങ്ങോട്ട് ചെല്ലും. ചേട്ടൻ ഇൻ്റർവെല്ലിനെല്ലാം കാണുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അങ്ങോട്ട് ചെന്ന് ചേട്ടാ ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ. എടാ പന്നി, നീ ഇപ്പം എന്നെ അടിച്ചെന്തിനാടാ? ആവശ്യമില്ലാത്ത കാര്യത്തിന് അടിവിടാൻ വരില്ലേ കിച്ചു? പോയേ നീ. നിനക്കടിച്ചതിൻ്റെ കാര്യം അറിയണേ? നിന്റെ അടുത്ത് ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞേ അവളെ പിറകെ പോവല്. അവൾ എനിക്ക് മാത്രമുള്ളത് എന്നവൾ പറഞ്ഞില്ലല്ലോ. അവൾ എൻ്റെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞില്ല, നിൻ്റെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞില്ല. നിന്നെ പോലെ അവളടുത്ത് അവകാശം എനിക്കും ഉണ്ട്. എനിക്കൊരു ഇഷ്ടമുണ്ട്, അവളടുത്ത് നിനക്കും ഒരു ഇഷ്ടമുണ്ട്. നമുക്ക് നോക്കാടാ ആർക്ക് കിട്ടുമെന്നവളെ. നീ വെറുതെ അതിൻ്റെ പിറകെ പോവേന്നും വേണ്ട. അവൾ എനിക്കല്ല. അതിനുവേണ്ടി ഏത് തരം കാണിക്കാനും എനിക്കൊരു മടിയുമില്ല. എന്തുവാടാ നിനക്കൊക്കെ നിർത്തിക്കൂടെ ഈ അടി? അവളുടെ പേര് എന്ന് മുതൽ തുടങ്ങിയതാ, കുഞ്ഞിലെ തൊട്ട് തുടങ്ങിയതാ ഈ അടി. നിനക്കൊന്ന് നിർത്താറായില്ലേ? കഷ്ടം തന്നെ. എടിയാക്കി, നീ ഇതിനകത്ത് ഇടപെടണ്ട. അത് ഞാനും അവനും തമ്മിലുള്ള കാര്യം. അത് ഞങ്ങൾക്കറിയാം. പിന്നെ അവനിക്ക് അവളടുത്തുള്ള അവകാശം പോലെ തന്നെ എനിക്കും ഉണ്ട് അവകാശം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അവളടുത്ത് ഇഷ്ടമുണ്ട്. നമുക്ക് നോക്കാം ആർക്ക് കിട്ടുമെന്ന്. അവൾ ചിലപ്പോൾ ഇങ്ങോട്ട് വരും. നീയൊക്കെ ഒന്ന് അടങ്ങി നിന്നേ. ഇനി അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാൻ. ഇതോ വരുന്നവളാ നിങ്ങളുടെ മുറപ്പെണ്ണ്. ഹലോ, എന്താണ് അവിടെ പ്രശ്നം? ഞാൻ ഇടപെടണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ കേട്ടോ. ചെയർമാനെ കൊണ്ട് പറയുകയല്ല, ഞാൻ എന്താണേലും ചെയ്യാം. പിന്നെ ആദ്യമായിട്ട് നീ കിച്ചടൻ എന്ത് ഉയർത്തിരിക്കുന്നത്? എന്തേ കോളേജിലെ ചെയർമാൻ വന്നോ? എന്താ പറ്റി താമസിച്ചു പോയത്? എന്തേ കാറ് കിട്ടിയില്ലേ? പിന്നെ ഇവർ ഉയർത്തിരിക്കുന്നത് അത് കാര്യമൊന്നുമില്ല. എപ്പോഴും പോലെ തന്നെ അടി. അതിന് ഇവരെന്നെ കാര്യം. അച്ചായ പറഞ്ഞു കിച്ചേട്ടനെ ആദ്യമായിട്ടനെ ആരെങ്കിലുമൊക്കെ വിളിക്കാൻ. 2 പേരെ വിളിച്ചപ്പം ആർക്കും എടുക്കാൻ വയ്യ. പിന്നെ ലാസ്റ്റ് ഞാൻ ഊബർ വിളിച്ചു വന്നു. അച്ചായിക്കാണെങ്കിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടി പോയി. പിന്നെന്തുവാ, നിങ്ങൾക്ക് ഇത് തന്നെയാണ് പരിപാടിയൊക്കെ തന്നെ. അത് പിന്നെ മാളു, ഞാനൊന്നുമല്ല ഈ ആദ്യം എല്ലാത്തിനും കാരണം. അവനെ ഇങ്ങോട്ട് അടികൂടാൻ വന്നത്. അവൻ തന്നെ എപ്പോഴും അടിയുണ്ടാക്കാൻ തുടക്കമിടുന്നത്. നീ അവൻ്റെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചു. മാളു, സത്യമായിട്ട് ഞാനല്ല കേട്ടോ. ഇവൻ തന്നെ കാരണം. ഞാനൊന്നുമല്ല. ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് ചൊറിയാമെന്ന്. അങ്ങനെ ഞാൻ കയറി അടിച്ചു. അല്ല, ഞാനൊന്നുമല്ല. പിന്നെ ഞാൻ എൻ്റെ ഫോൺ സൈലൻറ്റിലായി കാണും, അല്ലെങ്കിൽ ഞാൻ വരാമായിരുന്നല്ലോ. പിന്നെ 2 ഒട്ടും മോശമല്ല. 2ൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ഓഫീസിലൊന്ന് പോയിട്ട് വരാം. നിങ്ങൾ ഈ അടിയൊക്കെ മാറ്റിയിട്ട് ക്ലാസ്സിലോട്ട് പോകാൻ നോക്ക്. നിങ്ങൾ തന്നെ പറഞ്ഞത്. രണ്ടിൻ്റെ അടുത്ത് നോക്കിക്കൊണ്ടിരിക്കാനല്ല പറഞ്ഞ. ക്ലാസ്സിൽ പോകാനൊന്ന് അറ്റൻഡൻസ് ഒന്നും ഇല്ലെന്നും എല്ലാം അപ്പന്മാരും എല്ലാം പറഞ്ഞ. രണ്ടിനെ ഓടിച്ചിട്ട് ഞാൻ അടിക്കും.
ക്ലാസ്സിൽ പോടാ. എൻ്റെ കൊച്ച് രണ്ടിനെയും മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. ആരെ ഭാഗത്ത് നിൽക്കണമെന്ന് പോലും എൻ്റെ കൊച്ചിനെ അറിഞ്ഞൂടാ. ചേട്ടാ ചേട്ടാ അവരാരൊക്കെയാന്ന് പറഞ്ഞുതരാന്നിട്ട് പറഞ്ഞു തന്നില്ലല്ലോ. ആടാ നീ വന്നോ? മറ്റവനെന്തി? അവനെ കണ്ടില്ലല്ലോ. ആ ചേട്ടാ ഞാൻ വന്നു. ഞാനേ ഡിപ്പാർട്ട്മെൻറ്റ് വരെ പോയിരുന്നു. HOD എന്ന് വിളിച്ചിരുന്നു, അതാ പോയിരുന്നത്. ആ വാ മക്കളെ, നേരത്തെ ഇവിടെ രണ്ടുപേരും അടിയോടുന്നുണ്ടല്ലേ? അതിലൊരാളുടെ പേരാണ് ആദർശ്. ആള് ക്യാരക്ടറൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇൻട്രോ ഉണ്ടല്ലേ, ഇനി ആളുടെ കുറച്ച് പേർ. ആള് പുറത്ത് ഏഞ്ചലും ഉള്ളിൽ ചെകുത്താൻ്റെ ക്യാരക്ടറും വെച്ചുകൊണ്ട് നടക്കലാണ് ആളുടെ മെയിൻ പണി. വെച്ചിരുന്ന് പണി കൊടുക്കും. ആദ്യമേ മേടിക്കാനുള്ള അടിയൊക്കെ മേടിച്ച് വയ്ക്കാൻ ചെയ്യും, പിന്നെ സമയം കിട്ടുമ്പോൾ എടുത്തിട്ടടിക്കും. അതാണ് ആളുടെ മെയിൻ ക്യാരക്ടർ. ഇനി രണ്ടാമത്തെ ആളുടെ പേരാണ് കിരൺ. ആൾ BSc സോഷ്യോളജി പഠിക്കുകയാണ്. ആള് അധികം പാവമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷേ എടന കൊണ്ടേ പോകത്തുള്ളൂ ആൾക്കാർ. അതുപോലെ ആളുടെ അച്ഛനോട് കമ്പനിയിൽ മാനേജറൊക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല, റിച്ചൊക്കെ തന്നെ. പിന്നെ ഇവന്മാർ രണ്ടുപേരും ഒരുമിച്ച് കൂടുതലാണ് ഇവിടെ ഭൂകമ്പം ഉണ്ടാകുന്നത്. ചേട്ടാ ഇവന്മാർ ഇൻട്രോ ഒക്കെ നമുക്ക് പിന്നെ അറിയാമെന്ന്. ആദ്യമേ ചോദിച്ചതിനുള്ള മറുപടി പറയാം. എന്താ കാരണം ഇവന്മാരത്ത് ഇങ്ങനെ അടിവിടാനേ? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. പിന്നെ പറയുമ്പോൾ മാളു എന്നൊക്കെ പറയുന്നത്. അത് ഞാൻ പറഞ്ഞെന്നാ മതിയോ അവർ തമ്മിൽ അടിയിടാനുള്ള കാരണം? ഡാ പട്ടി, നീ എത്ര വരയ്ക്കടാ അവിടെ? നീ എവിടെ പോയിരുന്നടാ ഫലിക്സ്? ഓ എൻ്റെ അക്കിക്കൊച്ചേ, ഇവന്മാർ വന്ന് വിളിച്ചോണ്ട് പോയെന്ന്. അതല്ലേ ഞാൻ അങ്ങോട്ട് വരായിരുന്ന. പിന്നെ നീ തന്നെ പറ, എന്തുകൊണ്ടും ഞാൻ പറയുന്ന ലാക്കടിപ്പിക്കാനകത്ത് കാട്ടി നല്ലത് നീ പറഞ്ഞ ഞാനിവിടെ കേട്ടോണ്ടിരിക്കുക, അല്ല നിന്നെ നോയിക്കോണ്ടിരിക്കുക. നീ പറഞ്ഞോടി മുത്ത്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങളറിയാത്തൊരു കാര്യമുണ്ട്. മാളവികയുടെ അച്ഛൻ്റെ പെങ്ങളെ മോനാണ് കിരൺ. അതുപോലെ അമ്മയുടെ ആങ്ങളുടെ മോനുമാണ് ആദർശ്. അതുകൊണ്ട് മാളുവിൻ്റെ മറച്ചിറക്കന്മാരാണ് ഇവർ തമ്മിൽ കൊച്ചിലെ മുതൽ ഈ മാളുവിൻ്റെ കാര്യം പറഞ്ഞ് ഭയങ്കര അടിയൊക്കെ ഇടാറുണ്ടെന്നാണ് മാളുവിൻ്റെ ചേട്ടച്ചൻ പറഞ്ഞത്. അതേ എനിക്കറിയത്തുള്ളൂ. കൊച്ചിലെ മുതൽ തുടങ്ങിയ ഫൈറ്റാ. അതും ഇവളെ കാര്യം പറഞ്ഞായിരിക്കും കൂടുതലും ഫൈറ്റ്. അതേ എനിക്കറിയത്തുള്ളൂ. ഫൈറ്റിൻ്റെ മെയിൻ കാര്യം അവൾ. അതേപോലെ ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ. ഇവളെ കാര്യം പറഞ്ഞാൽ ഞാൻ അവരടിയിട്ടത്. രണ്ടുപേർക്കും മാളുവിൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരും ഈഗോ അതിന് സമ്മതിച്ചില്ല. ഒരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ രണ്ടുപേരും തയ്യാറായില്ല. രണ്ടുപേർക്കും വാശിയായിരുന്നു. മാളുവിനെ ആര് സ്വന്താക്കുമെന്ന് പറഞ്ഞു. അതായിരുന്നു അവരടിയുടെ മെയിൻ കാര്യം. പിന്നെ കുഞ്ഞിന് മുതൽ ഇവർ തമ്മിൽ വാക്ക് തർക്കമൊക്കെ ഉണ്ടായിരുന്നു. മാളുവിനെ അതൊക്കെ സോൾവ് ആക്കിയത്. പിന്നെ സ്നേഹിക്കുന്ന ആളെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഞാനായിരുന്നെങ്കിൽ വിട്ടുകൊടുക്കത്തില്ലായിരുന്നു. നീ ആയിരുന്നെങ്കിൽ വിട്ടുകൊടുക്കുമായിരുന്നു? ഇല്ല. അത് തന്നെ അവരെ കാര്യം. രണ്ടിനും ഒന്ന് അസ്ഥിക്ക് പിടിച്ച് കിടക്കുമല്ലോ അവളെ. പിന്നെ ഇങ്ങനെയൊന്നും അല്ല അടി. ഒന്നീ ആദ്യം ഹോസ്പിറ്റലാവും, അല്ലെങ്കിൽ കിച്ചു ഹോസ്പിറ്റലാവും. ആരെങ്കിലുമൊക്കെ ഹോസ്പിറ്റലാവലാണ് എപ്പോഴും നടക്കാറുള്ളത്. ഇന്നിപ്പം ഇങ്ങനെ ആയാലേ ഉള്ളൂ അത്ഭുതം. മക്കളൊക്കെ ആദ്യമായിട്ട് വരുന്നതല്ലേ, അതുകൊണ്ടൊക്കെ എങ്ങനെ ആയിരിക്കും. ഇനിയിപ്പം കണ്ടുപരിചയമാകുമ്പോൾ എല്ലാം മനസ്സിലായിക്കോളും. ക്ലാസ്സിൽ പോടാ. ആ ചേട്ടാ പോവുക. പിന്നെ ഈ മാളവികാരോ നിങ്ങളൊക്കെ പറയുന്നിട്ടല്ലോ, ഇത്ര ബിൽഡപ്പ് ഇട്ടു. അതാരോ സാധനം? കൊച്ചിറക്ക അവന്മാരൊന്നും കേൾക്കണ്ട. നീ അവളെ
സാധനം എന്നൊക്കെ വിളിച്ച മാളവിക ഈ കോളേജിലെ ചെയർമാൻ. അവർ രണ്ടുപേരെയും മുറപ്പെണ്ണ്. ഇപ്പം മനസ്സിലായോ? അതേപോലെ തന്നെ മോൻ ശ്രീദേവൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആ, ശ്രീദേവൻ എന്നെവിടെ കേട്ടിട്ടുണ്ട്. നമ്മൾ അവിടുത്തെ മിനിസ്റ്ററിൻ്റെ പേര് ശ്രീദേവൻ അല്ലേ? ഇനി അയാളുടെ മോഡലാണോ ഇവളും? എന്നാ കേട്ടോ, ആ ശ്രീദേവൻ്റെ മോള് തന്നെയാണ് അവൾ. പക്ഷേ അവളിവിടെ പൈസ കൊടുത്ത് കയറി തന്ന കുറേ ചെറ്റാൾ പറയും. പക്ഷെ അല്ല, അവളുടെ കഴിവുകൊണ്ട് തന്നെയാണ് അവൾ ഈ കോളേജിൽ കയറിയത്. അതുപോലെ തന്നെ എല്ലാവരും വോട്ട് ചെയ്ത് തന്നെയാണ് അവൾ ചെയർമാൻ. പിന്നെ അവളെക്കുറിച്ച് പറയാം, പാവമാണ്. ഈ രണ്ടുപേരെയും ഒരേപോലെ മാനേജ് ചെയ്യുന്ന പറയത്തില്ലേ, ആസ് എ ഫ്രണ്ട് അവൾ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട് രണ്ടുപേരെയും. രണ്ടുപേർക്കും ഒരേ പരിഗണനയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ അറിയുന്നില്ലല്ലോ രണ്ടുപേരെയും മനസ്സിൽ അവളുണ്ടെന്ന്. പിന്നെ അവളെ ക്യാരക്ടറിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഒരു പെൺ പുലി എന്ന് പറയത്തില്ലേ, ഈ ആസ് എ കോളേജ് ചെയർമാൻ അവൾ ആ കാര്യമൊക്കെ നല്ലോണമൊക്കെ ചെയ്യുന്നുണ്ട്. അടിക്കടി. പിന്നെ അവളുടെ ആകെ ധൈര്യം അവന്മാർ അവളുടെ പിറകിലുണ്ടെന്ന്. കോളേജ് ടോപ്പർ, ഡാഡി റിച്ചാണ്. പക്ഷേ അതിൻ്റെ ഒരു അഹങ്കാരം അവൾക്കില്ല. ഷീസ് എ ഡയമണ്ട്. അത് തന്നെയാണ്. അതെ ചേച്ചി, എൻ്റെ ഇൻട്രോ പറഞ്ഞില്ലേ, ഇനി ക്ലാസ്സിൽ പോയിക്കാം. പിന്നെ നീക്ക് എന്താ നോക്കിക്കൊണ്ടിരിക്കാം, ക്ലാസ്സിൽ പോടാം. എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ ക്ലാസ്സിലോട്ട് വന്നാൽ മതി, ഞാൻ തന്നെ വിശദമായിട്ട് പറഞ്ഞുതരാം. നീ ഇപ്പോൾ ക്ലാസ്സിൽ ചെല്ലാൻ നോക്ക്. ആ മാളു, ഞാൻ വീട്ടിൽ പോവാണ്. അപ്പം അച്ചായി വിളിച്ചായിരുന്നു, ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. നീ ഊബറെല്ലാം വിളിച്ചു കേട്ടോ. ശരി. ആദ്യമായിട്ട് ഇതെവിടെ പോന്നു? എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ ഇന്ന് സ്ട്രോബെറി ഐസ്ക്രീം മേടിച്ച് തരാമെന്ന്. പിന്നെ ഇതെങ്ങോട്ട് പോകുന്ന മനുഷ്യൻ? ആ പൊയ്ക്കോ, ഞാൻ കിച്ചേട്ടൻ്റെ കൂടെ വല്ലതും വന്നോളാം. നീ കിച്ചൻ്റെ കൂടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിനക്ക് ഊബർ സെറ്റ് ചെയ്ത് തരാം, നീ അതിൽ വന്നാൽ മതി. കേട്ടല്ലോ? അച്ചായി വിളിക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ഡ്രൈവറും ഇല്ല, അതുകൊണ്ട് ഊബറിൽ വന്നാൽ മതി. കേട്ടല്ലോ? അവൻ്റെ കൂടെ എല്ലാം വരുന്ന ഞാൻ കണ്ട. ഓ, ഞാൻ ആരോടും ഇല്ല, ഞാൻ വല്ല ഊബറിലെല്ലാം വന്നോളാം. ഇപ്പം ആദ്യമായിട്ടും പൊയ്ക്കോ. ശരി, ടാറ്റ. ഇവനെന്തിനാ എപ്പോഴും ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവൻ ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങിയത് എങ്ങോട്ടാ പോവാന്ന് പറഞ്ഞല്ലേ, അങ്ങോട്ടാ വയ്ക്കൂടെ? ചുമ്മാ മനുഷ്യനും മേനക്കെടുത്താനായിട്ട്. ആ, കിച്ചൂട്ടൻ ബാക്കിലുണ്ടായിരുന്നോ? ഞാനേ ആദ്യമായിട്ട് അടുത്ത് എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരാൻ പറഞ്ഞത്, എനിക്ക് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് പോയി അത് ഏട്ടൻ തണ്ടി. ഇനിയിപ്പം കിച്ചൂട്ടൻ മേടിച്ചു തരുമോ? പിന്നെ ക്ലാസ് ഒന്നുമില്ലേ? ക്ലാസ്സിൽ കയറി ഇരിക്കും മനുഷ്യ, ഇവിടെ കിടന്ന് കറങ്ങുന്നതിന് ഒരു അറ്റൻഡൻസ് കിട്ടി കുളിക്കുമോ? പിന്നെ ഈ ഇടയ്ക്ക് നിനക്ക് ഇച്ചിരി ഐസ്ക്രീം ഇറ്റ് കൂടുതലാണോ എന്ന് അറിഞ്ഞൂടെ? എന്തായാലും വാ, അവൻ പോയെന്താ, നിനക്ക് ഞാനില്ലേ മുത്ത്? വാ, ഞാൻ മേടിച്ചു തരാം. എത്ര എണ്ണം വേണമെങ്കിൽ മേടിച്ചോ, ഞാൻ പൈസ എടുക്കാടി. ഓ എൻ്റെ മുട്ടേ, വാ നമുക്ക് ഐസ്ക്രീം മേടിക്കാം. അയ്യോ, അച്ചായി പറഞ്ഞ കാര്യം മറന്നുപോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യും? കിച്ചൂടെ അവിടെ നിൽക്കേ, ഞാൻ ആദ്യമായിട്ട് ആ ബുക്കൊന്ന് കൊടുത്തിട്ട് കേട്ടെ, ഇപ്പം വരാവേ. പിന്നെ മാളു, എന്തിനായിരുന്നു വിളിച്ചത്? പിന്നെ നീ എന്തിനാ ഇവൻ്റെ കൂടെ നിൽക്കുന്നത്? നിനക്ക് ഒറ്റയ്ക്കൊന്നും വന്നൂടെ? ഇവനുണ്ടായാലേ നീ വരത്തോളന്നുണ്ടോ? ഡാ ചെറുക്ക, നീ അധികം കാലം തിളക്കാതെ തന്നെ. ഞാനവളെ പിടിച്ച് തിന്നുകയൊന്നുമില്ല. അവള് നീ മേടിച്ചെടുക്കാത്ത ഐസ്ക്രീം ഞാൻ മേടിച്ചെടുക്കാന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. ഓ, ഇനി അതും പറഞ്ഞ് നിങ്ങൾ അടിവിടണ്ട. അച്ചായി ഒരു ബുക്ക് തരാൻ പറഞ്ഞായിരുന്നു, അതിനാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. പോവാ ഇറങ്ങിയോ? ആദ്യമായിട്ട് എന്നെ ആ കോപ്പി കട വരെ നിർത്താവോ? എനിക്കൊരു കോപ്പി എടുക്കാനുണ്ടായിരുന്നു. എന്തടി, നിൻ്റെ ചേട്ടൻ്റെ വണ്ടിയില്ലേ? നീ വല്ല ഓട്ടോക്കകത്ത് വല്ലതും വാ, പിന്നെ എൻ്റെ വണ്ടിക്കാണ് ഞാൻ എന്നെ കയറ്റാം. എന്ത് നടന്നു പോയി മേടിച്ചതൊന്നും പറ്റത്തില്ലേ? ഞാൻ കയറ്റാനൊന്നും പോകുന്നില്ല, എനിക്ക് പെട്ടെന്ന് പോകണ്ടുള്ളൂ. അല്ലേ അവൾ എൻ്റെ വണ്ടിക്കകത്ത് കയറാൻ വന്നിരിക്കുന്നു. രമു, റോഷൻ വല്ല അറിഞ്ഞ് എന്താ സംഭവിക്കാന്ന് അറിയാലോ. നീ ഓട്ടോക്കകത്ത് വല്ലതും പോകാൻ നോക്കിയേ. പിന്നെ മാള് വാ, നമുക്ക് സ്റ്റോറിൽ പോയിട്ട് വരാം. വാ, സ്റ്റോറല്ല, സോറി, ക്യാൻറ്റീനിൽ പോയിട്ട് വരാം.
ഞങ്ങൾക്ക് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്, ബെല്ലടിക്കാറായി, ക്ലാസ്സിൽ കയറണ്ട്. അപ്പോൾ ശരി ആദ്യേട്ടാ, ഞങ്ങളങ്ങോട്ട് പോവുക. കിച്ചേട്ടാ, റെക്കോർഡൊക്കെ എഴുതി എടുത്തോണം. ഇനി ലാസ്റ്റ് സമയത്ത് എൻ്റെ അടുത്ത് നീ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. വേണ്ടെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, കേട്ടല്ലോ? അല്ലെങ്കിൽ നിൻ്റെ ഇങ്ങനെ അവൻ ഒന്ന് തട്ടിയെടുത്തോണ്ടെന്ന് പോവും. പിന്നെ ലാസ്റ്റ് ഇരുന്ന് കരഞ്ഞിട്ട് കാര്യം. അങ്ങനെയൊന്നും പോവില്ല. എന്ത് ചെറ്റത്തരം കാണിച്ചാലും ശരി, അവൾ എനിക്കുള്ളത്. ഞാൻ അവളെ തന്നെ സ്വന്തമാക്കിയിരിക്കും. നീ ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, എന്താണെന്ന് വെച്ചാൽ ചെയ്യണം, കേട്ടല്ലോ? അല്ലെങ്കിൽ നിൻ്റെ ഇതണക്ക് അവൻ വന്ന് തന്നെ തട്ടിയെടുത്തോണ്ട് പോകും. നിങ്ങൾ പേടിക്കണ്ട. അതിന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ ചെയ്തോളാം. അവൾ എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ വന്ന് ചേരും. അതിന് എന്ത് ചെറ്റത്തരം കാണിക്കാനായാലും ഞാൻ മടിക്കത്തില്ല.